പ്ലസ് വണ്ണിലേക്ക് സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്ന സൈറ്റിൽ ഇതാ പുതിയൊരു ലിങ്ക് വന്നിട്ടുണ്ട്. സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, ജില്ലാ സ്പോർട്സ് കൗൺസിലിലേക്ക് നിങ്ങൾ അപ്രൂവലിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നേരിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കുക എന്നുള്ളത് ഷമീം സാർ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് കഴിഞ്ഞ് മികവുകൾ തെളിയിക്കുന്നതിനായി സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് വരാം. രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കാതെ എങ്ങനെയാ, അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കീം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. SSLC ആണെങ്കിൽ SSLC എന്ന് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കുന്നു. അതുപോലെ പാസ്സായ വർഷവും മാസവും കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഇവിടെയുള്ള ഈ ക്യാപ്ച അതും അടിച്ചു കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് വരും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ, അതായത് നിങ്ങൾക്ക് ഏത് ഇനത്തിലാണ് പ്ലേസ് കിട്ടിയിട്ടുള്ളത്, ഡിസ്ട്രിക്ട് ലെവലാണോ അതോ സ്റ്റേറ്റ് ലെവലാണോ അതോ നാഷണൽ ലെവലാണോ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. കൃത്യമായിട്ട് ഒന്നും തെറ്റാതെ സർട്ടിഫിക്കറ്റ് നമ്പറുകളും ഡേറ്റുകളൊന്നും തെറ്റാതെ നിങ്ങൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രിന്റ് ഔട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ നിങ്ങളുടെ അതാത് ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ ഏൽപ്പിക്കണം. അത് നിങ്ങൾക്ക് ത്രൂ മെയിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നേരിട്ട് പോയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ജില്ലാ സ്പോർട്സ് കൗൺസിലേക്കും കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞുതരാം. അവർക്ക് ഏറെക്കുറെ ഐഡിയ ഉണ്ടാവുന്നതാണല്ലോ അല്ലേ, അവർക്ക് അറിയാമല്ലോ ഇത് എങ്ങനെയാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അവർക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആട്ടോ. ഓക്കെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ തന്നെ, അതായത് നേരത്തെ കാണിച്ചിരുന്ന സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർക്കുലേഴ്സ് എന്ന് കാണാം, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്ട് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിലിൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ജില്ലയാണോ അത് അവിടെ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് എങ്ങനെയാണ്, മെയിൽ വഴിയാണോ സ്കാൻ ചെയ്ത് അയച്ചാൽ മതിയോ അതോ നേരിട്ട് വരണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. ചില ജില്ലകളിലൊക്കെ മെയിൽ അയച്ചാൽ മതി, ചില ജില്ലകളിൽ നേരിട്ട് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ 1ാം ഘട്ട രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നേരത്തെ വന്ന പോലെ തന്നെ, ഈ ഒരു സൈറ്റിൽ നേരത്തെ വന്ന പോലെ തന്നെ സ്പോർട്സ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ലിങ്ക് വരും. അതായത് ഇത് ചെയ്താൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. 2ാമത്തെ സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് ഇവിടെ എന്ത് വരും, സ്പോർട്സിൻ്റെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നിങ്ങൾ മെറിറ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ചെയ്യുക. സ്കൂളുകളും കോഴ്സുകളും ഒക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫൈനൽ സബ്മിഷൻ നടത്തുക. ഓക്കെ, ഇതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു PDF അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഡേറ്റ്, എത്ര ദിവസം ഉണ്ട് എന്നാണ് ലാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ PDF തുറന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, യെസ്, വെയിറ്റ് എ സെക്കൻഡ്, ഇപ്പോൾ വരും. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. യെസ്, എൻ്റെ ഓർമ്മയിൽ 29-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഇതിന് സമയമുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, സർക്കുലർ ഓപ്പൺ ആയിട്ടുണ്ട്. ഡേറ്റ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 23/5/2025 മുതൽ 28/5/2025 വരെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് 24-ാം തീയതി, അതായത് നാളെയാണ്. 29-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. 5 മണി വരെ ആയിരിക്കും സമയം ഉണ്ടാവുക. സ്പോർട്സ് കോട്ടയുടെ 1ാം അലോട്ട്മെൻറ്റ് 3-ാം തീയതി വരും. സ്പോർട്സ് കോട്ട മുഖ്യഘട്ടം അവസാനിക്കുന്ന അലോട്ട്മെൻറ്റ് 16/6/2025. അതിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് പ്രോസസ്സ് തീരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്പോർട്സ് കോട്ടയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർത്തു തരാം. തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് വന്നാലാണ് കൂടുതൽ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി കഴിയും. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഒരു കാര്യം എടുത്തു വെക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തുക.
ആദ്യം ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ നടത്താൻ കിട്ടുന്ന സ്കോർ കാർഡ് അവർ നിങ്ങൾക്ക് തരും. അതായത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്കുള്ള ഒരു സ്കോർ കാർഡ് തരും. ചിലപ്പോൾ 480, 560, 720, 960 ആ രൂപത്തിൽ പോയിന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്കോർ കാർഡ് ആയിരിക്കും കിട്ടുക. ആ ഒരു സ്കോർ കാർഡ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഷമീം സാർ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.